കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുകയാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നത് അങ്ങേയറ്റം നിരാശാജനകം തന്നെയാണ്. സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷന് യോഗ്യതയില്ല എന്നിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ജീവനക്കാർ ഇത് കൈപ്പറ്റുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അനാസ്ഥയെ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ലക്ഷങ്ങളോളം ശമ്പളം വാങ്ങുന്ന ഈ സാറുമാർ പെൻഷനിൽ പോലും കൈയിട്ട് വരുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവാതിരിക്കൂ. ധനവകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ കണ്ടെത്തിയത്. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയും സാധാരണക്കാരായ ജനങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരി എറിഞ്ഞും തട്ടിയെടുത്ത ലക്ഷങ്ങൾ ഒന്നും തന്നെ മതിയാവാതെ വന്നതോടെയാകാം പെൻഷനിലും കൈയിട്ട് വാരിയത്. പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കിലെയും വിവരങ്ങൾ താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. സർക്കാർ കോളേജിൽ പഠിപ്പിക്കുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഒക്കെ പെൻഷൻ വാങ്ങിയവരുടെ പട്ടികയിൽ ഉൾപ്പെടും. പട്ടികയിലുള്ള ഭൂരിപക്ഷം പേരും സർവീസിലുള്ളവരാണ് എന്നത് തന്നെയാണ് അത്ഭുതപ്പെടുത്തുന്നത്. എല്ലാം ശരിയാക്കുമെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ കയറിയ പിണറായി സർക്കാർ ഇതിനൊക്കെയും മറുപടി പറഞ്ഞേ മതിയാക്കൂ. ധനമന്ത്രി KN ബാലഗോപാലിന്റെ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇത്തരം ഒരു തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. സംസ്ഥാനത്ത് 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് ക്ഷേമ പെൻഷൻ നൽകുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായമാകട്ടെ 56 വയസ്സും. പിന്നെങ്ങനെ ഇവർക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചു എന്നത് വിശദീകരിക്കേണ്ടത് KN ബാലഗോപാൽ തന്നെയാണ്. ക്ഷേമ പെൻഷൻകാർ എല്ലാ വർഷവും മസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. മസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ പെൻഷൻ തുടർന്ന് ലഭിക്കുകയുമുള്ളൂ. എന്നിട്ടും എങ്ങനെയാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്നത് സർക്കാർ നിലവിൽ വിശദീകരിക്കുന്നു പോലുമില്ല. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനും മന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിച്ചുവെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ തട്ടിപ്പിൽ സർക്കാരും ധനമന്ത്രിയും അടക്കം ഉത്തരം പറഞ്ഞേ മതിയാകൂ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പ് ഉടൻ നോട്ടീസ് നൽകുമത്രേ. സാമ്പത്തിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിച്ചത് കൊണ്ടാണോ പെൻഷൻ ലഭ്യമായത് എന്ന് പരിശോധിക്കും. ഇതിനുശേഷം കർശന നടപടിയിലേക്ക് കടക്കുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. മുഴുവൻ പട്ടികയും കണ്ടാൽ ഞെട്ടുമെന്ന് ധനമന്ത്രി പറഞ്ഞുവെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. മസ്റ്ററിംഗ് ഉൾപ്പെടെ കർശനമാക്കിയിട്ടും ക്ഷേമ പെൻഷൻ അനർഹരിൽ എത്തിയത് സർക്കാരിനും നാണക്കേടാകും. പെൻഷന് അർഹരാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കും. പ്രതിമാസം 1600 രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ. അനർഹമായ 1458 പേർക്ക് നൽകുമ്പോൾ സർക്കാരിന് മാസം നഷ്ടം 23 ലക്ഷം രൂപയോളമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാസം 23 ലക്ഷം എന്നത് ഒരു വലിയ തുക തന്നെയാണ്. അർഹരായവരിൽ എത്തിച്ചേരേണ്ട പെൻഷനിൽ പോലും 5 അക്കത്തോളം അല്ല എങ്കിൽ അതിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കൈയിട്ട് വാരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പോലും ചോദിച്ചു പോവുകയാണ് ലേശം ഉളുപ്പുണ്ടോ സാറുമാരെ എന്ന്.